Hey guys, welcome back to another episode of Nothing Special. Echo from the makers of കിഷ്കിന്ധാകണ്ഡം. ഒരു നല്ല ക്ലാസ് പടം. കിഷ്കിന്ധാകണ്ഡത്തിൻ്റെ മേക്കേഴ്സായ ദിൻജിത്തും ബാഹുൽ രമേഷും കൂടി തന്നെയാണ് ഈ സിനിമേൻ്റെ മേക്കേഴ്സ്. ആ ഒറ്റ പേരിൻ്റെ പുറത്താണ് ഈ സിനിമക്ക് ടിക്കറ്റ് എടുക്കുക ധൈര്യമായിട്ട്. കൃത്യമായിട്ടൊരു ടൈം പീരീഡ് പറയുന്നില്ലെങ്കിലും ഒരു പഴയ കാലഘട്ടത്തിലാണ് കഥ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു 2-2.5 മണിക്കൂർ പടം ഫുൾ ആൻഡ് ഫുൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കഥ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത്, അതായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മേക്കേഴ്സിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഫ്രം ദി ഇൻഫിനിറ്റ് ക്രോണിക്കിൾ ഓഫ് കുര്യച്ചൻ എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ തന്നെ. അപ്പോൾ കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മിസ്റ്റീരിയസ് ഇൻവെസ്റ്റിഗേഷനും കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിൽ നടത്തുന്ന കുറച്ച് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കൂടിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സന്ദീപ് പ്രദീപ്, നരേൻ, വിനീത്, അശോകൻ ഇവരാണ് ഈ സിനിമയിലത്തെ മെയിൻ ക്യാരക്ടേഴ്സിനെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ബിനു പപ്പും പടത്തിൽ ഒരു അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ലാന്ന് മ്ലാത്തി ചേച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത 2 മലേഷ്യൻ ആക്ടേഴ്സ്. അവരുടെ റോള് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയത്തെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് ഇതിലത്തെ മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും. ഒന്നും പറയാനില്ല, അത് അവർ വേറെ ലെവലായിട്ട് അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് മുജീബ് മജീദാണ്. പുള്ളിക്കാരന് വേറൊരു ഹാറ്റ്സ് ഓഫിനെ കൊടുക്കണം. കാരണം പുള്ളി വേറൊരു ലെവലിൽ നമുക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിൻ്റെ മ്യൂസിക് ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പുള്ളിൻ്റെ നെക്സ്റ്റ് പടം എന്ന് പറയുന്നത് കളംകാവലാണ് മമ്മൂട്ടിൻ്റെ. അപ്പം അതിലേക്ക് ഭയങ്കര ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് മൂവി. കണ്ടൻ്റാണ് ഈ സിനിമയത്തെ കിങ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സിനിമയത്തെ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മലയാള സിനിമയത്തെ മെയിൻ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്ന ആൾക്കാരൊന്നല്ല ഇതിലെപ്പോൾ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവരും അവർ കിട്ടിയിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായി ചെയ്യും. ഇപ്പോൾ സന്ദീപ് പ്രദീപ് ആയാലും നരേനായാലും ഇനി വിനീതായാലും മലയാള സിനിമയിൽ നല്ലൊരു കിഡ്ലർ റോൾ ചെയ്തിട്ട് കുറച്ചായി തോന്നുന്നു. അപ്പം ഇവരൊക്കെ ആയാലും ഈ പടത്തിൽ അവരെ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിലായാലും അല്ല സിനിമേൻ്റെ സ്റ്റോറി മൊത്തത്തിൽ മേക്കിങ്ങിലായാലും ഇതിൻ്റെ ഒരു മിസ്റ്റീരിയസ് എൻവയോൺമെൻറ്റ് മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനും അത് തുടക്കം തൊട്ട് അവസാനം വരെ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ റൈറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒരു നല്ല മിസ്റ്ററി എക്സ്പീരിയൻസ് തന്നെ ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഡൗട്ടാണ്. കാരണം ഞാൻ കിഷ്കിന്ധാകാണ്ഡം കാണുന്ന സമയത്ത് ഞാൻ വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട്, ഇങ്ങനെയും ആ ലൂപ്പ് പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് ആ ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ് വന്നുകൊണ്ടാണ് പടം മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അത് നൈസായി എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2 സിനിമകളെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ മേക്കേഴ്സിൻ്റെ ഏകദേശം ഒരു സെയിം സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി, അതായത് ഫോറസ്റ്റിൻ്റെ അകത്ത്. അപ്പോൾ ഏകദേശം സെയിം വരുന്നൊരു സ്റ്റോറി ആയതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ ലെവലിലേക്ക് പടം വന്നതായി തോന്നിയിട്ടില്ല. പക്ഷേ നല്ല പടം തന്നെ, അതിൽ വേറെ മോശമൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ പടം കാണാൻ കുറച്ച് ലേറ്റ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് പടം കണ്ടത്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറേ ആൾക്കാർ പടം കണ്ടിട്ട് പറഞ്ഞത് ഗംഭീര സിനിമ, മലയാളത്തിലത്തെ ടോപ്പ് പടം, ആ ലെവലൊക്കെ പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു മിസ്റ്ററി പടം അത് തോന്നിയിട്ടുണ്ട്. സ്റ്റോറിയും പ്ലോട്ടും ആണ് ഒരു സിനിമയെ എലിവേറ്റ് ചെയ്യുന്നതിലത് മലയാള സിനിമ പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ബാക്കിയുള്ള ലാംഗ്വേജസിലെ സിനിമകളെല്ലാവരും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ തേടി പോകുമ്പോഴും മലയാള സിനിമ ഇന്നും കണ്ടൻറ്റിലും അതിൻ്റെ പ്ലോട്ടിലും ബിലീവ് ചെയ്യുന്നുണ്ട്. അതാണ് മലയാള സിനിമേൻ്റെ വളർച്ചയ്ക്ക് കാരണം. ആ വളർച്ചയിൽ ഈ സിനിമ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റിവ്യൂവിൽ കാണാം. ബൈ.